ഇന്ന് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കണത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പത്തിരിപ്പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് ശർക്കര, 1 കപ്പ് വെള്ളം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിണ്ണത്തപ്പം നല്ല സോഫ്റ്റും അതുപോലെ നല്ല മയമായിട്ട് കിട്ടുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കാം. 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/4 കപ്പും 2 ടീസ്പൂൺ കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് 1 ഏലക്കായും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പകുതി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള പരുവാണ്. ഇനി ഒരു കിണ്ണത്തിലോട്ട് 2-3 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കിണ്ണം വെച്ചിട്ട് മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്തിരി കനം കൂടിയ കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കനം കുറഞ്ഞത് വേണമെങ്കിൽ 2 തവണയായിട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി മാവ് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, മുന്തിരി ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തോട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടപ്പ് അടയ്ക്കുമ്പോൾ ഒരു തുണി വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ നീരാവി കിണ്ണത്തപ്പത്തിൽ വീഴണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്ത് മാറ്റാം. ഞാൻ സാധാരണ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാറ്. ഇന്ന് ഇത്തിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോയതാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണ്, അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നല്ല ടേസ്റ്റുമാണ്, അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടിപ്പോയെന്നൊരു പ്രശ്നമുള്ളൂ. നമ്മൾ കഴിക്കുമ്പോഴും പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പൊട്ടിയെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാണ്ടിരിക്കരുത്. കാരണം അത്രയും സോഫ്റ്റാണ് ഈ കിണ്ണത്തപ്പം. നമ്മളൊന്ന് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് മടക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോവും. കണ്ടില്ല, അതുപോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.